പത്തനംതിട്ട കടമനിട്ടയിൽ ശാരിക എന്ന 17-കാരിയെ ക്രൂരമായി പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസ് നമ്മളിൽ പലരും മറന്നു കാണില്ല. 2017 സുഹൃത്തും അയൽവാസിയുമായ യുവാവ് 17-കാരിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയത്. ആ കേസിൽ 8 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുകയാണ്. 17-കാരിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതി സജിൽ കുറ്റക്കാരനെന്ന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് കണ്ടെത്തിയത്. ശിക്ഷ നാളെ വിധിക്കും. 2017 നാടിനെ നടുക്കിയ കൊലപാതകം. കൂടെ ഇറങ്ങിച്ചെല്ലാൻ വിസമ്മതിച്ചതിനാണ് പത്തനംതിട്ട കടമനിട്ട സ്വദേശിനി ശാരികയെ സുഹൃത്തും അയൽവാസിയുമായ സജിൽ കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ പെൺകുട്ടിയുടെ മരണമൊഴിയും പ്രതിക്ക് ശരീരത്തിലേറ്റ പൊള്ളലുകളുമാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായത്. ഈ വിധിയുടെ വിശദാംശങ്ങൾ അതോടൊപ്പം അറിയേണ്ട, നാളെ ശിക്ഷ വിധിക്കും. പ്രോസിക്യൂഷന്റെ നിലപാടെന്താണ്, ആവശ്യം എന്താണ്? ഈ കേസ് ഒരു അപൂർവങ്ങളിൽ അപൂർവ കേസായി പരിഗണിക്കണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ടോ? ടോമ, അല്പം മുമ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധി പുറത്തു വന്നത്. അതായത് പ്രതി കുറ്റക്കാരനാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതി കുറ്റക്കാരനാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ശിക്ഷ നാളെ വിധിക്കത്തുള്ളൂ. 2017 ജൂലൈ 17 ഈ കടമനിട്ട സ്വദേശിയായ ശാരികയെ അയൽവാസിയും സുഹൃത്തുമായ സജിൽ വീട്ടിലെത്തി ഒപ്പം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിലെത്തുകയും തുടർന്ന് പെൺകുട്ടി നിരസിക്കുകയും ചെയ്തതോടുകൂടിയാണ് കയ്യിൽ കരുതിയുള്ള പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയത്. 2017 ശേഷം 2017 ജൂലൈ 17 പെൺകുട്ടിക്ക് പൊള്ളലേഖന തുടർന്ന് 4 ദിവസത്തോളം ആശുപത്രി കിടന്നു. തുടർന്ന് 2022 ജൂലൈ 22 പെൺകുട്ടി മരിക്കുന്നത്. അത്തരത്തിൽ ഒരു ക്രൂരമായ ഒരു കൊലപാതകമാണ് പ്രതി നടത്തിയത്. ഈ പല പ്രാവശ്യം ഈ പെൺകുട്ടി ഇത്തരത്തിൽ ദ്രോഹിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയപ്പെട്ടാണ് ഈ പെൺകുട്ടി അപ്പന്റെ വീട്ടിൽ, അത് ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ വീട്ടിലാണ് വന്ന് നിന്നത്. അവിടെ വെച്ചാണ് ഈ കുട്ടി ഇറങ്ങിച്ചെല്ലുമെന്ന് ആവശ്യപ്പെടുകയും കയ്യിൽ കരുതുന്ന പെട്രോൾ ഒഴിച്ച് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തി. എന്തായാലും ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. ആ കൊലപാതകത്തിലാണ് ഇപ്പോൾ കോടതി പ്രതി കുറ്റക്കാരനാണ് വിധിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ മരണമൊഴി, പ്രധാനപ്പെട്ട പെൺകുട്ടിയുടെ മരണമൊഴിയും ഒപ്പം ബന്ധുക്കളുടെ മൊഴിയും, ബന്ധുക്കളോടും ഇക്കാര്യങ്ങൾ മരണസമയത്ത് നൽകിയ മൊഴിക്ക് അപ്പുറം ബന്ധുക്കളോടും ഇത്തരമുള്ള മൊഴികൾ ഉണ്ടായിരുന്നു. ബന്ധുക്കളുടെ മൊഴി, പിന്നെ അതിനുശേഷം പ്രതിയുടെ ശരീരത്തിലേറ്റ പൊള്ളലിലേറ്റ പാടുകൾ, ഇതെല്ലാം ഈ കേസിലെ നിർണായകമായ തെളിവുകൾ. എന്തെങ്കിലും ആശ്വാസമാകുന്ന ഒരു രീതി ഉണ്ടാകുമെന്നാണ് പ്രോസിക്യൂഷനും ബന്ധുക്കളും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്തരം എല്ലാ സാക്ഷിമൊഴികളും ഒപ്പം തെളിവുകളും പ്രതിക്കെതിരായ രീതി ആയതുകൊണ്ട് തന്നെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. നാളെ എന്തായാലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കും. അത് അനുകൂലമായ രീതിയിൽ ഒരു ആശ്വാസമാവുന്ന വിധി ഉണ്ടാകുമെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ അല്പസമയം മുമ്പ് കൊട്ടാരക്കര ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഒരു ക്രൂരമായ ഒരു കൊലപാതകത്തിന് പ്രതിക്ക് വിധി തെറ്റുകാരനാണ് അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് കോടതി ഡിസ്ട്രിക്ട് അഡീഷണൽ കോടതി കണ്ടെത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ ഏറെ ഞെട്ടലുളവാക്കിയ കേസാണ്. ഈ പ്രണയ പ്രതികാരത്തെ തുടർന്ന് യുവതികളെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആക്രമണം നടത്തുന്ന സംഭവങ്ങളൊക്കെ ആ കാലയളവിൽ പതിവായി നമ്മൾ കേട്ടിരുന്നതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇരയായിരുന്നു ഈ പത്തനംതിട്ട കടമനിട്ടയിലെ ആ പെൺകുട്ടി, ശാരിക എന്ന പെൺകുട്ടി. ഈ കേസിൽ മറ്റ് ഗൂഢാലോചനകളില്ലായിരുന്നു, അതായത് മറ്റാരും പങ്കില്ലായിരുന്നു. ഈ കേസ് ഈ പ്രതി തനിച്ച് നടത്തിയ കൊലപാതകമായിരുന്നു. ആസൂത്രിതമായി നടത്തിയ കൊലപാതകമെന്നാണോ പോലീസിന്റെ കണ്ടെത്തൽ? അന്ന് എന്തായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു? നിലവിൽ ആസൂത്രിതമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ പെൺകുട്ടിയുമായി ഈ യുവാവിന് അടുപ്പമുണ്ടായിരുന്നു, ഒപ്പം ജീവിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെല്ലുമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അത്തരത്തിൽ പല തവണ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും അത്തരത്തിൽ ആക്രമിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ അയൽവാസിയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഏത് സമയം ഈ പെൺകുട്ടി ആക്രമിക്കപ്പെടും എന്നൊരു തോന്നൽ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു, അത് ബന്ധുക്കൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് ഈ പെൺകുട്ടി അപ്പന്റെ വീട്ടിലാണ് പിന്നീട് അവിടെ പോയി നിന്നത്. ഭയം, വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ ഭയമായതുകൊണ്ട് പ്രതിയുടെ ആക്രമണം ഉണ്ടാകും എന്ന് ഭയന്നാണ് അപ്പന്റെ വീട്ടിൽ പോയിരുന്നത്. അവിടെ വെച്ചാണ് ഈ ഒപ്പം ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കയ്യിൽ പെട്രോളുമായി പ്രതി അവിടെ ചെന്നത്. വരുത്തില്ല എന്ന് പറഞ്ഞ ഒപ്പം ഇറങ്ങി വരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെയാണ് പെട്രോൾ ഒഴിച്ച് വളരെ ക്രൂരമായ രീതിയിൽ തീകൊളുത്തിയത്. എന്തായാലും ഈ പെൺകുട്ടി അതിനുശേഷം ചികിത്സയൊക്കെ നടത്തിയെങ്കിൽ 22 ജൂലൈ 22 2017 ജൂലൈ 22 പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു. എന്തായാലും പെൺകുട്ടിയുടെ മൊഴിയും എല്ലാം നോക്കുമ്പോൾ പ്രതിക്ക് എതിരായ രീതിയിൽ തന്നെയാണ്
മൊഴികളുള്ളത്, സാക്ഷികളുടെ മൊഴികളുള്ളത്, ബന്ധുക്കളുടെ മൊഴികളുള്ളത്, പിന്നെ തീപ്പൊള്ളലേറ്റ പ്രതിയുടെ ശരീരത്തെ പാടുകൾ, അത് ചികിത്സിക്കാൻ അത്രയും 30% പൊള്ളലേറ്റിട്ടും ആ സമയത്ത് ആശുപത്രി പോകാതെ പ്രതി ഒളിവിൽ പോവുകയും ചെയ്തു. അതൊക്കെല്ലാം ഒരു തെളിവായി, ഇതിനൊരു കേസിലൊരു നിർണായക തെളിവായി മാറി. അതായത് പ്രതി തന്നെയാണ് ഇത് ചെയ്തതെന്ന് തെളിയിക്കുന്ന സാഹചര്യം ഇത് രണ്ടും, ഈ പൊള്ളലേറ്റ കാര്യങ്ങളൊക്കെ പോലീസിൽ തെളിയിക്കാൻ കഴിഞ്ഞു. അത്തരത്തിൽ സാഹചര്യ തെളിവുകളും ഈ സാക്ഷിമൊഴികളും എല്ലാം പ്രതിക്കെതിരായതുകൊണ്ട് തന്നെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷ എന്തായാലും നാളെ ഉണ്ടാകും. ഒരു ആശ്വാസം ഉണ്ടാകുന്ന വിധി തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വിസ്തൃതമായ രീതിയിൽ ഒരു പ്ലസ് 2 വിദ്യാർത്ഥിയെ പ്രണയപ്പകയുടെ പേരിൽ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ കൊലപാതകത്തിന് പ്രതിക്ക് അർഹമായ ശിക്ഷകളെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുക. അത്തരത്തിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു ആശ്വാസമുണ്ട്. എന്തായാലും നാളെ ഇത് സംബന്ധിച്ചുള്ള വിധി പറയും. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രതിക്ക്. തീർച്ചയായും സത്യനാരായണൻ, കാരണം ഒരു മാതൃകാപരമായ ശിക്ഷ വേണമെന്ന് കുടുംബം ആഗ്രഹിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിയുടെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയുമോ? കാരണം ഈ പ്രതി ഇതിനു മുൻപ് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയല്ല, പെട്ടെന്നുള്ളൊരു പ്രകോപനമാകാം, അല്ലെങ്കിൽ പ്രണയപ്പകയാകാം. അതിനപ്പുറം ഈ കേസിന് പ്രോസിക്യൂഷൻ്റെ ഒരു വാദം എന്താണ്? ഏത് രീതിയിൽ ഈ കേസ് പരിഗണിക്കണമെന്നാണ്, പ്രതിക്ക് എങ്ങനെയുള്ള ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്? പ്രധാനവും പ്രതിക്ക് ജീവപര്യന്തം വേണമെന്നാണ് വാദം. കാരണം അത്തരത്തിൽ ഉള്ള ഒരു ശിക്ഷ ആവണമെന്നൊരു രീതിയാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടത്. കാരണം എന്നാൽ ഈ ശിക്ഷ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷവും പ്രതിക്കും പ്രതിയുടെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും യാതൊരു കൂസലില്ല എന്നുള്ളതാണ് നമുക്കേറെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. കാരണം ഈ പ്രതി കുറ്റക്കാരനാണെന്ന് അറിഞ്ഞിട്ടും ഇത്തരം ഒരു തെറ്റ് ചെയ്തിട്ടും ഒരു പശ്ചാത്താപം ഈ പ്രതിക്കും പ്രതിയുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും കോടതിയിൽ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വളരെ നിസ്സാരമായ രീതിയിലാണ് പ്രതി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നത്. അമ്മ പ്രതിക്ക് ടാറ്റ കൊടുത്തയക്കുന്ന ദൃശ്യം കൂടി നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനുള്ള കുറ്റബോധം തീരെ ഉണ്ടായില്ല, ലെവലേശമില്ല എന്നുള്ളതാണ് പ്രതിയുടെ മുഖവും പ്രവൃത്തിയും ഭാവവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ബന്ധുക്കളും ആ രീതിയിൽ താനുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ. പ്രതിയെ പോലീസ് ജീപ്പ് കയറ്റുമ്പോൾ അമ്മ യാത്ര അയക്കുന്ന പോലെ ടാറ്റ കൊടുത്ത് പറഞ്ഞു കൊടുത്ത രീതിയിലാണ് കാണുന്നത്. അപ്പം സ്വാഭാവികമായും ഈ കേസിന്റെ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ മകനെ ബന്ധുക്കൾക്കോ അവർക്ക് ആരും ഒരു കുറ്റക്കാരനായി കാണാൻ കഴിയുന്നില്ല. അവർ കൂടി വീരോചിതമായ ഒരു യാത്രയിൽ നൽകുന്ന ഒരു വിചിത്രമായ ഒരു കാഴ്ച കൂടി നമ്മൾ ഈ കോടതി കാണേണ്ടി വന്നു. ഏറ്റവും അത്തരത്തിൽ ഒരു സംഭവം കൂടി ഇതിനകത്ത് കേസിനകത്തുണ്ട്. എന്തായാലും പ്രതിക്ക് നാളെ ശിക്ഷ, മാർഗമായ ശിക്ഷ ഈ സാക്ഷി മൊഴികളുടെയും തെളിവുകളുടെയും പോലീസിന്റെ കണ്ടെത്തൽ അനുസരിച്ച് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ശിക്ഷ, അർഹമായ ശിക്ഷ കോടതിയിൽ ഇന്ന് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ പ്രോസിക്യൂഷനും പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നുണ്ട്. എന്തായാലും നാളെ ഉച്ചയോടുകൂടി ഈ ശിക്ഷ രാവിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ സംബന്ധിച്ചുള്ള ശിക്ഷ വിധിക്കുന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കാരണം സാധാരണഗതിയിൽ ഇത്രയും പ്രണയപ്പകയുടെ പേരിൽ പെൺകുട്ടികളെ ആസിഡ് ഒഴിക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ തുടർച്ചയായി 2017 ഇത് ആരംഭഘട്ടത്തിലേക്ക് ഇങ്ങനെ വരുന്ന സമയമാണ്. അന്ന് മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് മാതൃകാപരമായ ഒരു ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ പ്രതിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. യെസ്, അതുതന്നെയാണ്. കാരണം മാതൃകാപരമായ ശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. 2017 പത്തനംതിട്ടയിലെ 17-കാരിയെ പ്രണയപ്പകയെ തുടർന്ന് യുവാവ് പെട്രോൾ ഒഴിച്ച് ക്രൂരമായി കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷ കോടതി നാളെ വിധിക്കും. തിരുവനന്തപുരത്ത്